നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നവ്യയും അഭിയും എല്ലാമൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നവ്യ ആണെങ്കിൽ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരമൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മളെ ദേവയാനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിൽ ജലജയെടുത്ത് പറയുന്നുണ്ട്, പറഞ്ഞതിനൊക്കെ ഞാൻ മറുപടി പറയണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ ജലജ പറയുന്നുണ്ട്, ഇല്ല വേണ്ട ഏട്ടത്തി, അവളെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ജലജ പറയുന്നുണ്ട്, അത് അവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഏട്ടത്തി, അതുകൊണ്ട് അവൾ ചിലപ്പോൾ ഇനി ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ പറയുവാണെങ്കിൽ അവളെ നാവിന് നിങ്ങൾ കടിഞ്ഞാലിടണം, അല്ലെങ്കിൽ പിന്നെ എനിക്കും വരുന്നത് വായി വരുന്ന ഞാനും വിളിച്ചൊക്കെ പറയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടാണെങ്കിലും നമ്മളെ ജലജയാണെങ്കിലും വീണ്ടും മുകളിലോട്ട് പോയിട്ട് നമ്മളെ നയനയെടുത്താണെങ്കിൽ വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ നമ്മളെ നയന പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ആദർശേട്ടൻ തിരിച്ചു വരുന്നുള്ള എനിക്ക് ആ ഉറപ്പ്, ആ ഒരു ഉറപ്പ് മതി എനിക്ക്, ഞാൻ എത്ര വർഷം വേണമെങ്കിലും ഞാൻ ആദർശേട്ടന് വേണ്ടി കാത്തിരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ജലജ ആലോചിക്കുന്നുണ്ട്, ഇവൾ ഇത്രയും ദിവസം കരഞ്ഞൊക്കെ ഇരുന്നതാണല്ലോ, പക്ഷേ ഇപ്പോൾ ഇവൾക്ക് എന്താ ഇത്ര ധൈര്യം വന്നതെന്നൊക്കെ ഇങ്ങനെ ഒരു ആലോചനയൊക്കെ ആയിട്ട് നമ്മൾ ജലജയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിലും നമ്മൾ അനിയാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് നമ്മൾ അനാമിയെ കാണുന്നുണ്ട് കേട്ടോ. അത് അനാമിക അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ കിടന്ന് ശല്യം ചെയ്യാതെ ആണെങ്കിൽ അടുത്ത കോടതി കൂടുമ്പോഴെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് അനാമിക പറയുന്നുണ്ട്, അങ്ങനെ ഞാനങ്ങ് പെട്ടെന്നൊന്നും നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകത്തില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് നിൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുമായിട്ട് നീ അങ്ങനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. പിന്നാണെങ്കിൽ ആദർശാണെങ്കിൽ ഇങ്ങനെ ഓഫീസിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്ത്, എന്നെ ജയിലിലാക്കാൻ വേണ്ടി ശ്രമിച്ചവർ ഞാൻ ജയിലിലായില്ല എന്നറിയുമ്പോൾ ഇനി അവർ വേറെ എന്തെങ്കിലും മാർഗ്ഗം അവർ സ്വീകരിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശമാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തൊരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് സഹായിക്കണേ.